Hello friends, so now we are going to make chakka. എന്താണ് പ്രസന്ന വത്സൻ. സോ ഇത് നമ്മൾ ഇതിനു മുമ്പൊക്കെ തിന്നിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ നമ്മൾ ഇതിനു മുമ്പ്? ഇത് ഉണ്ടെന്ന് പറയാം. പിന്നെ എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ബട്ട് ലെറ്റ്സ് സീ ഹൗ എനിക്ക് ഇഷ്ടമല്ലേ? അറിയണോ, എനിക്ക് കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മ, ചക്കയുടെ പ്രസന്നം കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. വത്സനോ? സോറി, ചക്ക വത്സൻ. ഓക്കെ ഫൈൻ. അതിനായിട്ട് പറ, അതിനായിട്ട് എന്തോ ചെയ്യേണ്ട ആദ്യം? ഇത് ശർക്കര, ജാഗരി, ജാഗരി, പാവോ കാച്ചണോ? അപ്പൊ ഇത് എന്താ മറ്റേ 1 സ്ട്രിങ് അതാണോ? 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അത്ര വേണം. പിന്നെ അസംബ്ലി. So first of all we are just melting the jaggery. അത് കുറച്ച് full melt. We have to melt it fully. Not a 1 string consistency, but അത്ര melt അല്ലേ? Not that much, but little bit of, at least it should melt. All the jaggery, the pieces should melt. Then here we have our chakka. Chakka means jackfruit. This is chakka. Chakka add little bit of salt. Then salt taste balance ചെയ്യണം. So on the chakka, the dried jackfruit. Okay, so on dried jackfruit, you have to add a pinch of salt so that the taste will balance. Now then you have to totally melt the jaggery piece. Ini endo vende? Okay, so let's wait. So now the jaggery has totally melted down, and अब क्या करेंगे? Now what we'll do? Now we have to, I guess, put some rice flour into it. I don't know. Just let's wait and see. And we have this banana leaves in which this valsan is made, right? Alle? Adarka, daddy na. Haryana. So now we are gonna put some rice powder. 1, 2, 3 spoons, 4 spoons, 5, 6. മതിയോ? 6 മതിയോ? എന്നാ വന്നാലും പോയാൽ. ചിങ്കൻ doing? Let's see. ചിങ്കൻ watching TV. എന്നാടാ? എന്നാറ്റ് അമ്മ? ഇത് comedy movie. ആനാ? I'm watching a comedy ആഹാ, movie. അടിപൊളിയല്ലോ. ഓഹോ, സൂപ്പർ സൂപ്പർ. ഏതാ മൂവി? ഒരു അമേസിംഗ് വേൾഡ് ഓഫ് ഗുംബാലിയ. ആ ശരി, കണ്ടു കണ്ടു. തേങ്ങാപ്പൂ പീരയോ? ഓക്കെ. നൗ ദ ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലേ? നീ ഇത് ഇതിനകത്തോട്ടിടോ? ഇട്ടോ. ശർക്കര ഫുള്ളി മെൽറ്റ് ആയില്ലല്ലോ, ഇതിൻ്റെ പീസ് കിടക്കുന്നല്ലോ. കുഴപ്പമില്ല, അത് സാരമില്ല. ഫുള്ളി മെൽറ്റഡ് കോക്കനട്ട്. ഇനി കോക്കനട്ട് ഈ റൈസിൽ ഇടും അല്ലേ? റൈസ് പൗഡറിലോട്ട്. സി ആർ പുട്ടിങ് ദി കോക്കനട്ട് ഓൺ ദ ഗ്രേറ്റഡ് കോക്കനട്ട്, ദി റൈസ് പൗഡർ. അട ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ സാധാരണ അടയിൽ ഇങ്ങനെ തന്നെയാണോ? ആണോ? അരിപ്പൊടിയിൽ തേങ്ങ ഇടും? ഞാൻ ഇടാറില്ലെന്നല്ല, ഞാനിങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവ് മിച്ചം വരത്തില്ലേ, എന്നിട്ട് ഇത് ഇതിനകത്തിടും. ദിസ് ഇസ് ഡിഫറെൻറ്റ്, ദിസ് ഇസ് നോട്ട് വിച്ച് ഐ മേക്ക്. എന്നിട്ട് ശർക്കര അതിനകത്തോട്ട് അങ്ങ് ഇടുക. പുട്ടിങ് ദി മെൽറ്റഡ് ജാഗറി ഓൺ ദ റൈസ് പൗഡർ. ഇട്ടു. നീ ഇളക്കണോ? അതെന്താ ചെയ്യണ്ടേ? ഇളക്കണോ? ഇളക്കാം. I'm gonna mix this thing properly. ഇതിൽ റവ ഇട്ടോ? ഓക്കെ, we have to put rava also, but not now. ഓക്കെ, റവ ഇട്ടോളൂ. റവ ഇട്ടു. യെസ്. എത്ര സ്പൂൺ റവ വേണം? 2 സ്പൂണോ? 2 സ്പൂൺ റവ. 3 സ്പൂണോ? ഓക്കെ. ഇത് ഡാഡിൻ്റെ ഫേവറേറ്റ് ആണോ? ആണോ? ഇഷ്ടമാണോ ഡാഡിന്? കുറച്ചും കൂടെ എടുക്കണം വേണ്ടേ?
ഇത്ര മതിയോ ഇനി ആക്കണ്ടേ മിക്സ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി കുറച്ചും കൂടെ വേണം, നല്ലപോലെ ഇളക്കണം. ഐ ഗെസ് ഓൾ ദ റൈസ് പൗഡർ ഷുഡ് ബി കോട്ടഡ് വിത്ത് ദാറ്റ് ജാഗറി. വി ആർ പുട്ടിങ് സം കാർഡമം, ആ സീഡ് അല്ലേ, കാർഡമൻ്റെ ആ സീഡ്, അത് ഇതിനകത്ത് ഇടുക. ബസ് ഓക്കെ, സീഡ് ഇട്ട് ഇനി ഇതെന്തോന്ന്, പെരിഞ്ജീരകമോ, ജീര അതിട്ടു. ഇനി ഇത് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കണം അല്ലേ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നൗ മൈ മമ്മി ഈസ് ബ്രിങ്ങിങ് ഇത് ചക്ക മിക്സ്. ഓക്കെ, ചക്ക മിക്സ് ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഓക്കെ, വടിച്ചെടുത്താലും ഉപ്പും മറ്റൊക്കെ കുറവാണ്. നൗ വി ആർ പുട്ടിങ് സം ഗീ. ഇപ്പം എനിക്ക് മനസ്സിലായി അതെന്താന്ന്. മറ്റേ റാപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന അതല്ലേ. ഇത് ലേറ്റസ്റ്റ് അഡീഷണൽ അല്ലേ അല്ലേ കശുവണ്ടി, കാഷ്നട്ട്, കുറച്ച് കാഷ്നട്ട് കൂടെ കട്ട് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ഇടണം. ഓക്കെ, cut the cashew in little bit pieces and just put it in the mixture. Put a pinch of baking soda. Now putting the cashew and I already put a pinch of baking soda. Okay, done. ഇട്ടല്ലോ. ഇനി കൈ കൊണ്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക അല്ലേ, എന്നാലേ എല്ലായിടത്തും പിടിക്കത്തുള്ളൂ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു വർക്കൊക്കെ? ആണോ? എന്നാടാ എന്നാ പറ്റിയടാ, കാണാൻ പറ്റുന്നില്ല കണ്ണിനെ. ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് പരിപാടി? അടുത്ത് മറ്റേ സാധനം ഇതെന്താ, വെള്ളം അതിന് വേണ്ടിയാണോ? വെള്ളം ബോയിലേക്കാണോ? ആണോ? വാറ് വന്നെങ്ങനെ അറിഞ്ഞ്? അതെങ്ങനെ അറിഞ്ഞ്? വണ്ടി ആണാ? അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വെച്ച ഇല്ല, എനിക്കെൻ്റെ പെടക്കോഴി പോകുന്ന പെടക്കോഴി പോകുന്ന 102 പെടക്കോഴി പോകുന്ന അല്ല, എന്താ എൻ്റെ പേര്, മറ്റേ ശ്യാമള, എന്താ പരിപാടി ശ്യാമള, ഒരു ശ്യാമള ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ്റെ വന്ന് വെള്ളം വെക്കട്ടെ, അതേപോലെ ചിങ്കനിൽ എന്തോ വെള്ളം, എന്നിട്ട് ഗ്രീൻ ടീ ചിങ്കൻ കൊണ്ടുവന്നത്, ചിങ്കൻ തൊട്ടടുത്തേക്ക് വെള്ളം എടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ കേൾക്കും കേട്ടാ, ചിലപ്പോൾ പറഞ്ഞതൊക്കെ കേൾക്കും. ഓടിപ്പോയി കിടക്കും. ഇന്നലെ തുണി എടുക്കാനൊക്കെ പോയല്ലോ ചിങ്ക. സോ നൗ മൈ മോം ഈസ് മേക്കിംഗ് ഗ്രീൻ ടീ ഫോർ പാറു അല്ലേ. പാറു ഗ്രീൻ ടീ കൊടുക്കത്തുള്ളോ? ആണോ? ദെൻ വാട്ട് എൽസ്? സോ ദിസ് ഇസ് പാറൂസ് മീൽ പ്ലാനർ അല്ലേ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ഷോൺ ഏർലിയർ, ബട്ട് ഐ റിയലി ലവ് ദിസ് ബോർഡ്. ഇതിൽ അല്ലേ ഒട്ടിച്ച് വെച്ചിട്ട് പേന കൊണ്ട് എഴുതുക എന്ത് വേണമെന്നുള്ള. സോ സപ്പോസ് ഗോഡ് ആക്ച്വലി ഐ ഓൾവേസ് വാണ്ടഡ് ടു ബൈ ദിസ്, ബട്ട് ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് ബൈങ് ദിസ്. ഷോപ്പിംഗ് ലിസ്റ്റ് എന്തൊക്കെ വേണം, സപ്പോസ് ഐ വോണ്ട് ജീര, then I can put like this jeera, fine, yeah, then again you can keep it like this. Now it's done. ഇതെന്ത് ഇത് ഇറേസ് ചെയ്യാനാണെന്ന് തോന്നുന്നില്ലേ പാറുവിന്? Yeah, now if I want to erase, I just can't erase like this. Yep, and it has a magnetic base. അത് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. Fine, now it's done.
ഓക്കെ ഡൺ. ഇതിൽ തന്നെ വെക്കുന്നു. വാട്ടർ ബോയിൽ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ വെൻ ദ വാട്ടർ ഗെറ്റ് ബോയിൽ യു ഹാവ് ടു പുട്ട് ദിസ് ഇഡ്ലി പ്ലേറ്റ്. എന്നിട്ട് ഇത് എന്താ ഇത് മേക്ക് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ? അതല്ലേ കോണാണോ? എന്തുവാ ഷേപ്പ് എന്താ? കോൺ അത് തന്നെ. സോ ഇൻ ദിസ് കോണിക്കൽ ഷേപ്പ് വിൽ കീപ്പ് ഇറ്റ്. എന്നിട്ട് ഇത് അടയ്ക്കും. ഈർക്കിലി കൊണ്ട് അടയ്ക്കത്തില്ലേ ഇത്? അല്ലേ? പിന്നെ ഈർക്കിലി കൊണ്ടല്ലേ സാധാരണ ചെയ്ത്? നോർമലി വി യൂസ് ടു അല്ല ഈർക്കിലി വെക്കാറില്ലേ? ഇല്ലേ? എന്നിട്ട് ഞാൻ വെക്കാം. രണ്ടെണ്ണം വീഡിയോ എടുത്തിട്ട് ഓക്കെ ഞാൻ വെക്കാം. ശർക്കരയല്ലേ അപ്പോൾ ഹെൽത്തി ആയിരിക്കും. ലാസ്റ്റ് ഇങ്ങനെ എല്ലാ ഇലയും അടുക്കി വെച്ചിട്ട് ഞാൻ ഫൈനലി വിൽ ക്ലോസ് ദ ലിഡ്. വെക്കട്ടെ? എത്ര മിനിറ്റാ? We have to steam it for 10 minutes. Okay, fine. It's done. അതെല്ലാം ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ. നൈസ്. അല്ലേ?